ഒരു ചെറിയ സ്പാർക്ക്, അതാണ് ഒരു നൂറ്റാണ്ടിലേറെയും മനുഷ്യരാശിയെ മുന്നോട്ട് കുതിക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്പാർക്കില്ലെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങൾ സ്റ്റാർട്ടാവില്ല, വിമാനങ്ങൾ പറന്നുവരില്ല, ഇൻഡസ്ട്രികൾ പ്രവർത്തിക്കില്ല, മൊത്തത്തിൽ നമ്മുടെ വേൾഡ് തന്നെ സ്റ്റക്കായി പോയേക്കാം. ഇത് ആ സ്പാർക്കിനെ കുറിച്ചുള്ള കഥയാണ്, ഇഗ്നിഷൻ സിസ്റ്റംസിൻ്റെ കഥ. വാട്ട്സ്ആപ്പ് ഫോക്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ കഥ ആരംഭിക്കുന്നത് 1800-ലാണ്. ആദ്യത്തെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുകൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് എഞ്ചിനീയർമാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം. അന്ന് അവർക്കറിയാവുന്ന ഒരേ വഴി തീ ഉപയോഗിച്ച് എയർ ഫ്യൂൽ മിക്സറിനെ ഇഗ്നൈറ്റ് ചെയ്യിക്കുക എന്നതാണ്. ഒരു ചെറിയ ഫ്ലെയിം എഞ്ചിൻ്റെ വാൽവിനടുത്തായി കത്തിച്ചു വെക്കുകയും എഞ്ചിനിൽ ഇഗ്നിഷൻ നടക്കേണ്ട സമയത്ത് ഈ വാൽവ് ഓപ്പൺ ആവുകയും അതുവഴി ഈ ഫ്ലെയിം സിലിണ്ടറിനുള്ളിലെ എയർ ഫ്യൂൽ മിക്സറിനെ ഇഗ്നൈറ്റ് ചെയ്യിക്കുകയും ചെയ്യുന്നതായിരുന്നു ആദ്യത്തെ മെത്തേഡ്. ഫ്ലെയിം ഇഗ്നിഷൻ എന്നാണ് ഈ സിസ്റ്റത്തെ വിളിച്ചിരുന്നത്. രണ്ടാമതായി വന്ന മറ്റൊരു സിസ്റ്റമാണ് ഹോട്ട് ട്യൂബ് ഇഗ്നിഷൻ. ഈ സിസ്റ്റത്തിൽ സിലിണ്ടറിനുള്ളിലേക്ക് ഒരു മെറ്റൽ ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ മെറ്റൽ ട്യൂബിനെ പുറത്തുനിന്നൊരു ബർണർ ഉപയോഗിച്ച് നല്ലതുപോലെ ഹീറ്റ് ചെയ്യും. അങ്ങനെ ചുട്ടുപഴുത്തു വരുന്ന ഈ മെറ്റൽ ട്യൂബ് എയർ ഫ്യൂൽ മിക്സറിനെ ഇഗ്നൈറ്റ് ചെയ്യുകയും അതുവഴി എഞ്ചിൻ വർക്കാവുകയും ചെയ്യും. ഇതാണ് ഹോട്ട് ട്യൂബ് ഇഗ്നിഷൻ. ഈ രണ്ട് സിസ്റ്റവും വളരെയധികം അപകടം പിടിച്ചതും ഇഗ്നിഷൻ ടൈമിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുമായിരുന്നു. ഈ പോരായ്മകളെല്ലാം പരിഹരിക്കാനായിട്ടാണ് പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1800-കളുടെ അവസാനത്തോടെ ഈ സീനിലേക്ക് ഇലക്ട്രിസിറ്റി കടന്നു വന്നു. അതോടെ ഫ്ലെയിം ഉപയോഗിച്ച് ഇഗ്നിഷൻ നടത്തുന്നതിന് പകരം ഇലക്ട്രിക്കൽ സ്പാർക്ക് ഉപയോഗിച്ച് ഇഗ്നിഷൻ നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ആ കൂട്ടത്തിൽ വന്നൊരു ഇഗ്നിഷനായിരുന്നു മാഗ്നെറ്റോ ഇഗ്നിഷൻ. വർക്ക് ചെയ്യാൻ ആവശ്യമായ ഇലക്ട്രിസിറ്റി സ്വന്തമായി ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റമായിരുന്നു മാഗ്നെറ്റോ ഇഗ്നിഷൻ. അതുകൊണ്ട് തന്നെ ഇത്തരം സിസ്റ്റത്തിൽ ബാറ്ററിയുടെ ആവശ്യമില്ലായിരുന്നു. മാഗ്നെറ്റോ ഇഗ്നിഷനിൽ പ്രധാനമായും ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന മാഗ്നറ്റ്, പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്, CB പോയിന്റ്, കപ്പാസിറ്റർ എന്നിവയാണ് ഉണ്ടായിരുന്നത്. എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഈ മാഗ്നറ്റും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ചുറ്റുമായി ബിൽഡപ്പ് ആവും. കോൺടാക്ട് ബ്രേക്കർ അഥവാ CB പോയിന്റ് ക്ലോസ് കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് മൂലം പ്രൈമറി വൈൻഡിങ്ങിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്തു തുടങ്ങും. CB പോയിന്റ് ഓപ്പൺ ആകുമ്പോൾ പ്രൈമറി വൈൻഡിങ്ങിലേക്കുള്ള കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ആവുകയും ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ആവുകയും ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഈ സഡൻ കൊളാപ്സ് മൂലം സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു ഹൈ വോൾട്ടേജ് ഫോം ആവും. ഈ ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ സ്പാർക്ക് പ്ലഗിലേക്ക് കൊടുക്കുന്നതും അതുവഴി എഞ്ചിനുള്ളിൽ ഇഗ്നിഷൻ നടത്താൻ സഹായിക്കുന്നതും. എന്നാൽ ഈ സിസ്റ്റത്തിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ലോ RPM-ൽ സ്പാർക്ക് വളരെ വീക്കായിരുന്നതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് പലപ്പോഴും പാടായിരുന്നു. CB പോയിന്റ് തേയ്മാനം മൂലം ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുമായിരുന്നു. അതുപോലെ മൾട്ടിപ്പിൾ സിലിണ്ടർ വരുന്ന എഞ്ചിനുകളിൽ മാഗ്നെറ്റോ സിസ്റ്റം അത്ര നല്ലതല്ലായിരുന്നു. മാഗ്നെറ്റോ സിസ്റ്റത്തിന്റെ ഈ ഡ്രോബാക്സ് പലതും സോൾവ് ചെയ്യാനായിട്ടാണ് പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുന്നത്. ൽ ഡെൽക്കോ ഇലക്ട്രോണിക്സ് എന്ന അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചാൾസ് കെറ്ററിംഗ് എന്ന എഞ്ചിനീയർ ഒരു ഇഗ്നിഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഇഗ്നിഷനുള്ള പവറിന് വേണ്ടി മാഗ്നെറ്റോയെ ആശ്രയിക്കുന്നതിന് പകരം ബാറ്ററിയിൽ നിന്നും പവർ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു അത്. ബാറ്ററി കോയിൽ ഇഗ്നിഷൻ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ പ്രധാനമായും ബാറ്ററി, ഇഗ്നിഷൻ കോയിൽ, ഡിസ്ട്രിബ്യൂട്ടർ, കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ്, കണ്ടൻസർ, സ്പാർക്ക് പ്ലഗ് എന്നിവയാണ് ഉണ്ടായിരുന്നത്. ഇഗ്നിഷൻ കീ ഓൺ ആക്കുമ്പോൾ ബാറ്ററിയിൽ നിന്നും ഇഗ്നിഷൻ കോയിലിന്റെ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങും. ഇങ്ങനെ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്ന മൂലം പ്രൈമറി കോയിലിന് ചുറ്റുമായി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. എഞ്ചിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് കോണ്ടാക്ട് ബ്രേക്കർ ഓപ്പൺ പൊസിഷനിലേക്ക് വരുമ്പോൾ പ്രൈമറി വൈൻഡിങ്ങിലേക്കുള്ള സപ്ലൈ കട്ടാവുകയും പ്രൈമറി വൈൻഡിങ്ങിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ആവുകയും ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ സഡനായി കൊളാപ്സ് ആവുന്ന മൂലം സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടാവുകയും ഈ ഹൈ വോൾട്ടേജ് നേരെ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് പോവുകയും ഡിസ്ട്രിബ്യൂട്ടർ ഇതിനെ ഓരോ സിലിണ്ടറിലെ സ്പാർക്ക് പ്ലഗിലേക്കും കൃത്യസമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇതാണ് ബാറ്ററി കോയിൽ ഇഗ്നിഷൻ്റെ വർക്കിംഗ്. മാഗ്നെറ്റോ ഇഗ്നിഷൻ സിസ്റ്റത്തെ റീപ്ലേസ് ചെയ്ത് ഒരുപാട് വർഷങ്ങളോളം കാറുകളിലെ സ്റ്റാൻഡേർഡ് ഇഗ്നിഷൻ സിസ്റ്റമായി ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റം നിലനിന്നിരുന്നു. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് എഞ്ചിനുകളുടെ പെർഫോമൻസ് കൂടി വന്നപ്പോൾ കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ള ഇഗ്നിഷൻ സിസ്റ്റം ആവശ്യമായിട്ട് വന്നു. മാത്രമല്ല CB പോയിന്റ് ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യണമെന്നുള്ളതും ഒരു വലിയ പോരായ്മയായിരുന്നു. ഈ ഡ്രോബാക്സ് എല്ലാം പരിഹരിക്കാനായിട്ടാണ് ഇതിലേക്ക് ഇലക്ട്രോണിക്സ് കൊണ്ടുവരുന്നത്. മെക്കാനിക്കലായിട്ടുള്ള CB പോയിന്റ് എടുത്ത് മാറ്റിയതിനു ശേഷം അവിടെ മാഗ്നറ്റിക് പിക്കപ്പോ ഹോൾ എഫക്ട് സെൻസറോ അതുമല്ലെങ്കിൽ ഒരു ഒപ്റ്റിക്കൽ സെൻസറോ ഉപയോഗിച്ച് സ്പാർക്കിനെ ഇലക്ട്രോണിക്കലായി ട്രിഗർ ചെയ്യാൻ തുടങ്ങി. ഇതിനെ ട്രാൻസിസ്റ്ററൈസ്ഡ് ഇഗ്നിഷൻ അഥവാ ബ്രേക്കർലെസ് ഇഗ്നിഷൻ എന്നാണ് വിളിച്ചിരുന്നത്. എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സെൻസറിൽ നിന്നുള്ള സിഗ്നൽ ട്രാൻസിസ്റ്ററിലേക്ക് പോവുകയും ഈ സിഗ്നൽ അനുസരിച്ച് ട്രാൻസിസ്റ്റർ ഇഗ്നിഷൻ കോയിലിനെ ട്രിഗർ ചെയ്തുമാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്തിരുന്നത്. മെക്കാനിക്കലായിട്ടുള്ള തേയ്മാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെയധികം റിലയബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റമായിരുന്നു ഇത്. അതുപോലെ മെയിൻ്റനൻസ് കുറവും
കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇഗ്നിഷൻ ടൈമിങ്ങും ഈ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ആയിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഈ സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഡിസ്ട്രിബ്യൂട്ടറിനുണ്ടാകുന്ന തേയ്മാനങ്ങൾ, ഇഗ്നിഷൻ ടൈമിംഗ് ഇലക്ട്രോണിക്കലി അഡ്വാൻസ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഈ സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻ ആയിരുന്നു. ഈ ലിമിറ്റേഷൻസ് മറികടക്കാനാണ് ECU-വിനെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. '80 കാറുകളിലേക്ക് കമ്പ്യൂട്ടർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയതോടുകൂടി ഇഗ്നിഷൻ സിസ്റ്റം വളരെയധികം അഡ്വാൻസ്ഡ് ആയി. ഡിസ്ട്രിബ്യൂട്ടർ ഉപയോഗിച്ച് ഓരോ സിലിണ്ടറിലേക്കും സ്പാർക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം 2 സിലിണ്ടറിന് ഒരു ഇഗ്നിഷൻ കോയിൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. വേസ്റ്റഡ് സ്പാർക്ക് ഇഗ്നിഷൻ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ, ECU അഥവാ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ്, കോയിൽ പാക്ക്, സ്പാർക്ക് പ്ലഗ് എന്നിവയാണ് ഉണ്ടായിരുന്നത്. ക്രാങ്ക് സെൻസർ ക്രാങ്കിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് സെൻസ് ചെയ്ത് ECU-ന് പറഞ്ഞു കൊടുക്കും. സെൻസറിൽ നിന്ന് വരുന്ന സിഗ്നൽ ചെക്ക് ചെയ്ത് ECU ഏത് സിലിണ്ടറിലേക്കാണോ സ്പാർക്ക് കൊടുക്കേണ്ടത് ആ സിലിണ്ടറിലെ കോയിൽ പാക്കിലേക്ക് സപ്ലൈ കൊടുക്കും. കോയിൽ പാക്കിലേക്ക് സപ്ലൈ കിട്ടുമ്പോൾ കോയിൽ പാക്ക് ഒരേ സമയം 2 സിലിണ്ടറിലേക്ക് സ്പാർക്ക് കൊടുക്കും. ഒരു സിലിണ്ടർ കംപ്രഷൻ സ്റ്റോക്കിലും മറ്റേ സിലിണ്ടർ എക്സോസ്റ്റ് സ്റ്റോക്കിലും ഇരിക്കുമ്പോഴാണ് ഈ സ്പാർക്ക് കൊടുക്കുന്നത്. കംപ്രഷൻ സ്റ്റോക്കിൽ ഇരിക്കുന്ന സിലിണ്ടറിൽ ഈ സ്പാർക്ക് ഫ്യൂവലിനെ ഇഗ്നേറ്റ് ചെയ്യിക്കുകയും എക്സോസ്റ്റ് സ്ട്രോക്കിൽ ഇരിക്കുന്ന സിലിണ്ടറിൽ ഈ സ്പാർക്ക് വേസ്റ്റായി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ വേസ്റ്റഡ് സ്പാർക്ക് ഇഗ്നിഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. വളരെ കുറച്ച് കമ്പോണൻറ്റ്സ് മാത്രമുള്ളതുകൊണ്ടും മെക്കാനിക്കൽ വിയർ ആൻഡ് ടിയർ ഇല്ലാത്തതുകൊണ്ടും വളരെ സിമ്പിളും റിലയബിളുമായിട്ടുള്ളൊരു സിസ്റ്റമായിരുന്നു ഇത്. പക്ഷേ സ്പാർക്ക് വേസ്റ്റായി പോകുന്നതുകൊണ്ട് തന്നെ സ്പാർക്ക് പ്ലഗുകൾക്ക് തേയ്മാനം കുറച്ച് വേഗത്തിലുണ്ടാകുമായിരുന്നു. അതുപോലെ ഓരോ സിലിണ്ടറിനെയും ഇൻഡിവിജ്വലായി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കുറച്ച് കുറവായിരുന്നു ഈ സിസ്റ്റങ്ങൾക്ക്. അത് കഴിഞ്ഞ് വന്ന ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ് കോയിൽ ഓൺ പ്ലഗ് ഇഗ്നിഷൻ. ഈ സിസ്റ്റത്തിൽ ഓരോ സ്പാർക്ക് പ്ലഗിനും പ്രത്യേകം ഇഗ്നിഷൻ കോയിലുകൾ ഉണ്ടായിരിക്കും. ഓരോ ഇഗ്നിഷൻ കോയിലും ഓരോ സിലിണ്ടറിലെ സ്പാർക്ക് പ്ലഗിന് മുകളിലായിട്ടായിരിക്കും മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുക. ഈ സിസ്റ്റത്തിൽ മെയിനായും ഒരു ECU, ക്യാം പൊസിഷൻ സെൻസർ, ക്രാങ്ക് പൊസിഷൻ സെൻസർ, COP ഇഗ്നിഷൻ കോയിൽ, സ്പാർക്ക് പ്ലഗ്സ് എന്നിവയാണ് ഉണ്ടായിരിക്കുക. ക്രാങ്ക് സെൻസർ ക്രാങ്കിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്ത് ECU-ന് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ ക്യാം സെൻസർ ക്യാമിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്ത് ECU-ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ 2 ഡേറ്റയും വെച്ച് ECU-ന് ഏത് സിലിണ്ടർ എത്രാമത്തെ സ്റ്റോക്കിലാണെന്ന് കൃത്യമായി അറിയാൻ സാധിക്കും. അതുവഴി ECU-വിന് ഓരോ സിലിണ്ടറിലേക്കുമുള്ള ഇഗ്നിഷൻ ആക്യുറേറ്റായി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. വാൽവിനടുത്തായി കത്തിച്ചു വെച്ച ഫ്ലെയിം മുതൽ ഓരോ സിലിണ്ടറും പ്രത്യേകം കൺട്രോൾ ചെയ്യുന്ന ECU വരെയുള്ള ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ ഓരോ കുതിപ്പും മനുഷ്യരാശിയുടെയും കുതിപ്പുകളായിരുന്നു. കാലത്തിനനുസരിച്ച് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് മാത്രം ഇന്നും മാറാതെ നിന്നു. ഇതിനെല്ലാം തുടക്കം കുറിച്ച ആ ചെറിയ സ്പാർക്ക്.